Dears, welcome back to GST classes. In this video, we are discussing of two terms often seen in GST Act: casual taxable person as well as non-resident taxable person. പല സ്ഥലങ്ങളിലും പല ബെനിഫിറ്റുകൾ അവെയിൽ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ മാറ്റി നിർത്താറുള്ള പ്രത്യേക പ്രൊവിഷൻസ് ബാധകമായിട്ടുള്ള രണ്ട് ആളുകളാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺസ്, അതേപോലെ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ. ഇവരെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. ഹു ഈസ് എ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ? എ പേഴ്സൺ ഹു ഒക്കേഷണലി സപ്ലൈസ് ഗുഡ്സ് ഓർ സർവീസസ് ഇൻ എ ടെറിട്ടറി വേർ GST is applicable, but he does not have a fixed place of business. അങ്ങനെയുള്ള ആളുകളാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺസ്. അവർ ഒക്കേഷണലി സപ്ലൈസ് ഗുഡ്സ് ഓർ സർവീസസ്. ആ ഒരു പ്ലേസിൽ അവർ നിലകൊള്ളുന്ന, അവർ സപ്ലൈ ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് GST അപ്ലിക്കബിളാണ്. എന്നാൽ അവർക്ക് ഒരു ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ല. അത്തരം ടാക്സബിൾ പേഴ്സൺസ് ആണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺസ് എന്നറിയപ്പെടുന്നത്. ഉദാഹരണത്തിന്, ഒരു ടാക്സബിൾ പേഴ്സൺ, ഒരു ബിസിനസ്മാൻ, അദ്ദേഹത്തിന് ബാംഗ്ലൂരിൽ ഒരു ബിസിനസ് പ്ലേസ് ഉണ്ട്. എന്നാൽ അദ്ദേഹം കേരളത്തിലാണ്, മീൻസ് കൊച്ചി സപ്ലൈ ചെയ്യാണ്. കൊച്ചിയിലാണ് ഒക്കേഷണലി സപ്ലൈ ചെയ്യുന്നത്. ഇൻ കൊച്ചി ഹി ഹാസ് നോ ബിസിനസ് പ്ലേസ്. ഓക്കെ, അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണ്. ആസ് ഫാർ ആസ് കേരള കൺസേൺഡ്, ഇൻ കേരള ഹി ഈസ് എ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. ഓക്കെ, ആ ഒരു സപ്ലൈ എന്താണ്, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന കാറ്റഗറിയിലാണ് വരിക. ഓക്കെ, അതേപോലെ മറ്റൊരു ടേമാണ് നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ. You know who is non-resident. When a non-resident occasionally supplies goods or services in a territory where GST applies, നമ്മൾ കാഷ്വൽ ടാക്സബിൾ പേഴ്സൻ്റെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ, ബട്ട് ഹി ഡസ് നോട്ട് ഹാവ് എ ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ. ദറ്റ് ഈസ് ദ പോയിൻറ്റ്. ദറ്റ് ഈസ് ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആൻഡ് നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ. ഹി ഹാസ് നോ ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ. നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിളും ചെറിയൊരു മാറ്റം. ഈ പറഞ്ഞ ഇന്ത്യയിൽ എവിടെയും ഒരു പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ല. നേരത്തെ ഞാൻ ബാംഗ്ലൂരു പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ട്, എന്നിട്ട് കൊച്ചിയിലാണ് ബിസിനസ് ചെയ്യുന്നത്, സപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ ആകുമ്പോൾ ഹി ഹാസ് നോ ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ എന്ന് പറയേണ്ടി വരും. ഓക്കെ, അങ്ങനെയുള്ള GST അപ്ലിക്കബിളായ സ്ഥലങ്ങളിൽ ഗുഡ്സ് ഓർ സർവീസസ് സപ്ലൈ ചെയ്യുന്ന, ഒക്കേഷണലി സപ്ലൈ ചെയ്യുന്ന നോൺ റെസിഡൻറ്റിനെയാണ് നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹു ഈസ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, അതേപോലെ ഹു ഈസ് നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ. ഇനി നമുക്ക് ഇവരുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ പ്രൊവിഷൻസ് നോക്കാം. GST ആക്റ്റിൽ പറയുന്ന സ്പെഷ്യൽ പ്രൊവിഷൻസ് ഓഫ് GST ഫോർ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആൻഡ് നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ. ഓക്കെ, പ്രധാനപ്പെട്ട ചില പോയിൻറ്റുകൾ നോക്കാം. പൊതുവെ നമ്മൾ രജിസ്ട്രേഷൻ്റെ കാലാവധി പറയാറുള്ളത്, രജിസ്ട്രേഷൻ ചെയ്യേണ്ട ഒരു ടൈം നമ്മൾ പറയാറുള്ളത് വിത്തിൻ 30 days എന്നാണ്. വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. എന്നാൽ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ അതുപോലെ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ, ഇവരുടെ കേസിൽ രജിസ്ട്രേഷൻ അറ്റ്ലീസ്റ്റ് 5 days പ്രയർ ടു കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്നതാണ് പ്രൊവിഷൻ. അറ്റ്ലീസ്റ്റ് 5 days പ്രയർ, ബിസിനസ് തുടങ്ങുന്നതിൻ്റെ 5 days മുമ്പ്. ഓക്കെ, അതിന് മുമ്പ് ചെയ്യാം, എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് 5 days പ്രയർ ടു കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്നതാണ് നിയമം. എന്നാൽ ജനറലി 30 days എന്നതാണ്. ഓക്കെ, സെക്ഷൻ 24 കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ അതുപോലെ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സണുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് പ്രതിപാദിക്കുന്നത്.
അതുകൊണ്ട് ആ ഒരു സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചേക്കാം. അപ്പോൾ സെക്ഷൻ 24 ഓർമ്മിക്കുക. രജിസ്ട്രേഷൻ ഈസ് ഫോർ എ മാക്സിമം പീരീഡ് ഓഫ് 90 days. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ അതുപോലെ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ ഇവരുടെ ഒരു പ്രത്യേകതയാണ് 90 days ആണ് രജിസ്ട്രേഷൻ്റെ മാക്സിമം കാലാവധി. അവർ രജിസ്ട്രേഷൻ ഫോമിൽ ആപ്ലിക്കേഷൻ ഫോമിൽ ആവശ്യപ്പെടുന്ന ഒരു കാലാവധി ആൻഡ് 90 days വിച്ച് എവർ ഈസ് ഏർലിയർ എന്ന് പറഞ്ഞാൽ മാക്സിമം 90 days അനുവദിക്കുന്നുള്ളൂ എന്നതാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം പീരീഡ് ഓഫ് രജിസ്ട്രേഷൻ ഈസ് 90 days. അതുപോലെ അഡ്വാൻസ് ഡെപ്പോസിറ്റ് ഓഫ് GST ഈസ് മസ്റ്റാണ് ഇൻ കേസ് ഓഫ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആൻഡ് നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ ബേസ്ഡ് ഓൺ എസ്റ്റിമേറ്റഡ് ടാക്സ് ലാബിലിറ്റി. എസ്റ്റിമേറ്റഡ് ടാക്സ് ലാബിലിറ്റി ബേസ് ചെയ്തുകൊണ്ട് ഒരു അഡ്വാൻസ് ഡെപ്പോസിറ്റ് ഓഫ് GST അടക്കണം എന്നുള്ളത് കാഷ്വൽ ടാക്സബിൾ പേഴ്സൻ്റെയും നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൻ്റെയും കാര്യത്തിൽ നിർബന്ധമാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി ഡിഫറൻസസ് ബിറ്റ്വീൻ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആൻഡ് നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ നോക്കാം. രണ്ടുപേരും നിയമങ്ങളിൽ ഏറെക്കുറെ ഈക്വൽ ആണെങ്കിലും മോർ ഓർ ലെസ് ഈക്വൽ ആണെങ്കിലും നമുക്ക് അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഡിഫറൻസസ് ബിറ്റ്വീൻ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആൻഡ് നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ. ചില പോയിൻറ്റുകൾ പരിശോധിക്കാം. നമ്മൾ മീനിങ് പറയുമ്പോൾ പറഞ്ഞ പോയിൻ്റ് തന്നെ ആദ്യമായിട്ട് നമുക്ക് വേർതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻ കേസ് ഓഫ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, നോ ഫിക്സ്ഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ദ സ്റ്റേറ്റ് ഇൻ വിച്ച് സപ്ലൈ ഈസ് ഒക്കറിങ്. സപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റിൽ ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ലാത്ത ആളെയാണ് ആ സ്റ്റേറ്റുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്നാൽ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ ആരാണ്? നോ ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ ഒരു ബിസിനസ് പ്ലേസ് ഇല്ലാത്ത ആളാണ് നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ. ഓക്കെ, ഇനി മറ്റ് വ്യത്യാസങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്, ഇൻ കേസ് ഓഫ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ പാൻ നമ്പർ ഈസ് മസ്റ്റ്. പാൻ നമ്പർ പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ മസ്റ്റാണ്. എന്നാൽ ഇറ്റ് ഈസ് നോട്ട് മസ്റ്റ്, നോ നീഡ് ഓഫ് പാൻ ആസ് ഫാർ ആസ് നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ കൺസേൺഡ്. ഓക്കെ, നോ നീഡ് ഓഫ് പാൻ. നെക്സ്റ്റ് ഡിഫറൻറ്റ് ഈസ് ദാറ്റ് as far as registration form concerned, when we take basis as registration form വേണമല്ലോ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി 90 days രജിസ്ട്രേഷൻ രണ്ട് പേർക്കും. അപ്പോൾ അതിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി ഒരു ഫോം വേണം. ആ ഫോം നോക്കുകയാണെങ്കിൽ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ GST RIG 1 എന്നതാണ് ഫോം. എന്നാൽ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൻ്റെ കാര്യത്തിൽ അവിടെ രജിസ്ട്രേഷൻ ഫോം വരുന്നത് GST RIG 9 ആണ്. GST RIG 9 നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ രജിസ്ട്രേഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ നൽകേണ്ടത്. ഓക്കെ, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ RIG 1 നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ RIG 9 ആണ്. അപ്പോൾ അതൊരു വ്യത്യാസമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, മറ്റൊരു വ്യത്യാസമാണ് in case of casual taxable person, supply should be in the course or furtherance of business. furtherance എന്നാണ് പറയുക. GSTയിൽ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്, ഒരു വേർഡാണ് furtherance. നമ്മൾ സാധാരണ ഡ്യൂറിങ് ദ കോഴ്സ് എന്ന് പറയില്ലേ, ആ ഒരു വാക്കാണ് furtherance. ഡ്യൂറിങ് ദ കോഴ്സ് ഓർ furtherance ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ കാഷ്വൽ ടാക്സബിൾ പേഴ്സൻ്റെ കാര്യത്തിൽ സപ്ലൈ ആയിട്ട് കണക്കാക്കണമെങ്കിൽ, അത് ടാക്സബിൾ സപ്ലൈ ആയിട്ട് പരിഗണിക്കണമെങ്കിൽ അത് ആ ഒരു സപ്ലൈ നടന്നിരിക്കുന്നത് ഡ്യൂറിങ് ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ് ആവണം. എന്നാൽ അങ്ങനൊരു കണ്ടീഷൻ, അങ്ങനൊരു പ്രൊവിഷൻ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൻ്റെ കാര്യത്തിലില്ല. നോ നീഡ് ഓഫ് ഒക്കറൻസ് ഓഫ് സപ്ലൈ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ബിസിനസ് ഇൻ കേസ് ഓഫ് നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ. ക്ലിയർ? ഇത് മറ്റൊരു വ്യത്യാസമായിട്ട് പറയാം. വൺ മോർ ലാസ്റ്റ് ഡിഫറൻസ് ഒന്നുകൂടെ പറയാം.
Casual taxable person can claim ITC for all inward supplies. ഇൻവാർഡ് സപ്ലൈസിന് ഉള്ള ITC നമ്മൾ പഠിച്ചിട്ടുണ്ട്. GSTയുടെ ബാക്ക് ബോൺ ആയിട്ടുള്ള ITC അത് ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കും ആർക്ക്? കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. എന്നാൽ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സണിന് ITC ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ഹി ക്യാൻ ക്ലെയിം ITC ഫോർ ഇമ്പോർട്ട്സ്, ഓൺലി ഫോർ ഇമ്പോർട്ട്സ്. എ non-resident taxable person can claim ITC input tax credit only for imports. ഓക്കെ. എന്നാൽ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ ഹി ക്യാൻ ക്ലെയിം ITC ഫോർ ഓൾ ഇൻവാർഡ് സപ്ലൈസ്, വാട്ട് എവർ മേ ബി ദ ഇൻവാർഡ് സപ്ലൈസ്, ഐദർ ഇമ്പോർട്ട്സ് ഓർ നോട്ട്. എങ്ങനെയായാലും എല്ലാത്തരം ഇൻവാർഡ് സപ്ലൈസിനും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ കാഷ്വൽ ടാക്സബിൾ പേഴ്സണ് സാധിക്കും. എന്നാൽ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ ഇമ്പോർട്ടിന് മാത്രമേ ITC ലഭ്യമാവുന്നുള്ളൂ എന്നതും ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. ഓക്കെ ഫ്രണ്ട്സ്, ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആൻഡ് നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്തത് GST ആക്റ്റിൽ പ്രത്യേകം പരാമർശിക്കപ്പെടുന്ന രണ്ട് തരം ടാക്സ് പേയേഴ്സ്, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ അതുപോലെ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ. അവരെക്കുറിച്ചാണ്, അവർ ആരാണെന്നും അവർക്ക് ബാധകമാകുന്ന സ്പെഷ്യൽ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്നും അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണോ എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. ലെറ്റ് us see again with some other topics in another videos. Thank you for all.